ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ, നമ്മൾ എങ്ങോട്ട് പോവാ? ദോ നിൽക്കുന്നു നിന്റെ അച്ഛൻ. അങ്ങോട്ട് ചോദിക്ക്, എന്തെങ്കിലും ലക്ഷ്യം കാണും. രാജു, എന്താ? ശരി മാഡം. അതെ, എനിക്കിങ്ങനെ കണ്ട കടത്തിണ്ണേ കിടക്കാനും പോലീസുകാരുടെ തല്ലുകൊള്ളാനും ഒന്നും പറ്റത്തില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവും. അല്ല, മന്ത്രിമോൾ എങ്ങോട്ടാ? വല്ല കടത്തിണ്ണെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണോ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ വല്യമ്മേ. അല്ല, ഈ ഗതിയില്ലാത്ത അഗതികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ മന്ത്രിയുടെ വകുപ്പില്. അങ്ങനെയെങ്കിലും ദരിദ്രവാസിയായ ഭർത്താവിനെ ഒന്ന് സഹായിക്കുക. ഒരു മന്ത്രി കൊച്ചമ്മ, 15 ബംഗ്ലാവുള്ള കെട്ടിലമ്മ. മോളെ, നീ വരുന്നോ എന്റെ കൂടെ? എങ്ങോട്ട്? കൂടും കുടുക്കയെടുത്ത് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത് കാണാം. ഞാൻ രാജുവിനെ അവന്റെ വീട്ടുകാരെയും അവിടുന്ന് ഇറക്കി വിടാൻ പോവാ. നിനക്കത് കണ്ട് സന്തോഷിക്കാം. ഒരു പ്രതികാരം. എന്റെ പ്രതികാരം അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതിന് ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്ക് ആരുടെ സഹായവും വേണ്ട. വല്ല കടത്തെണ്ണയിലോ തെരുവിലോ പോയി കിടക്കട്ടെ. നാശങ്ങൾ. എന്റെ മകനെ അവർ തട്ടിയെടുത്തു. നിന്റെ ജീവിതവും തകർത്തു. ഇനി അവരോട് ഞാൻ ക്ഷമിച്ചാൽ ദൈവം പോലും എന്നെ വെറുതെ വിടില്ല. ആ രാധമ്മേ ഒരു ദിവസത്തേക്ക് എന്നോട് അവധി ചോദിച്ചിരിക്കുന്നത്. ഇന്ന് അവരവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങേണ്ട സമയവും കഴിഞ്ഞു. അപ്പോ ഞാൻ അങ്ങോട്ട് പോവാ. അവരെങ്ങോട്ട് പോയാലും ഞാൻ പുറകെ ഉണ്ടാവും. വിടില്ല ഞാൻ. അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നത്? അല്ലട ദീപകെ, ആ തെരുവിലേക്കും കടത്തിണ്ണയിലേക്കും പോകുന്നവരെ അങ്ങനെ വെറും കൈയോടെ വിടുന്നത് ശരിയാണോ? ഒരു സമ്മാനം കൂടി കൊടുത്തു വിടണ്ടേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ കാണിച്ചുതരാം. അംബിക മാഡം, ഫോൺ എടുക്ക. ഹലോ, മണിയല്ലേ? വള്ളക്കടവ് മണി. അതെ. എന്നെ മനസ്സിലായില്ലേ? ആ, അംബിക മാഡം അല്ലേ? മനസ്സിലായി. കാര്യം പറഞ്ഞു. മണി, ഇത് പെട്ടെന്ന് ആലോചന വന്ന ഒരു കൊട്ടേഷനാ.